ഹായ്! നമ്മളിന്ന് ക്യാരറ്റ് വെച്ചൊരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അതിനായി ഞാനിവിടെ ഒരു മീഡിയം സൈസ് 4 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ തോലെല്ലാം നല്ല വൃത്തിയായിട്ട് കളയുക, പീൽ ചെയ്ത് കളയുക. കളഞ്ഞതിന് ശേഷം ഒരു നല്ല വെള്ളത്തിൽ അത് കഴുകിയെടുക്കണം. ക്യാരറ്റ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഒന്നെങ്കിൽ അത് കട്ട് ചെയ്യുക. കുക്കറിനകത്താണ് ഇട്ട് വേവിക്കുന്നത്, അതുകൊണ്ട് കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് ഇട്ട് വേവിച്ചിട്ട് പീസാക്കിയാലും മതി. ഞാനിവിടെ കട്ട് ചെയ്തിട്ടാണ് കുക്കറിലോട്ട് ഇട്ട് വേവിക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം കുക്കറിനകത്തിട്ട് ഒരു ഗ്ലാസ് പാലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ചാറിയ പാലാണ് എടുത്തത്. കാരണം തിളപ്പിക്കാത്ത പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തിളപ്പിച്ചാറിയ ശേഷമാണ് ഞാനിത് ഒരു ഗ്ലാസ് പാല് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചതിന് ശേഷം രണ്ട് വിസിൽ കേൾക്കാൻ വേണ്ടി സ്റ്റൗവിലോട്ട് വെച്ചു. അങ്ങനെ 2 വിസിലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തു. അങ്ങനെ സ്റ്റൗ ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രം തണുത്തിട്ട് വേണം നമ്മളിത് എടുക്കാൻ. തണുത്തതിന് ശേഷം ഞാൻ ആ പാലിൽ നിന്നും ക്യാരറ്റ് മാത്രം എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്. ഞാനിവിടെ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തത്. പഴം ഇടേണ്ട ആവശ്യമില്ല, ക്യാരറ്റ് മാത്രം മതി. ഞാനിവിടെ പഴവും കൂടെ ജസ്റ്റ് ആഡ് ചെയ്തതേ ഉള്ളൂ. പഴം ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ക്യാരറ്റ് മാത്രം മതി. പിന്നെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 4 ടീസ്പൂൺ അരിപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. 4 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ക്യാരറ്റ് മീഡിയം സൈസ് 4 ക്യാരറ്റല്ലേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് 4 ടീസ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു 4 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 4 ഏലക്ക ഇട്ടു. പിന്നെ പഞ്ചസാര ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അത് 4 ടീസ്പൂൺ തന്നെയാണ് പഞ്ചസാര അളന്ന് ഇട്ടേക്കുന്നത്. പക്ഷെ നമ്മളിതിലേക്ക് നേരത്തെ ക്യാരറ്റ് കുക്കറിനകത്തിട്ട് വേവിച്ച പാലില്ലേ, ആ പാല് മാത്രം മതി, വേറെ പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ പാലും കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആയതുകൊണ്ട് കട്ട തട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കട്ടയെല്ലാം മാറ്റി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ അതിനുശേഷം വേറെ ഒന്നും ഞാനിവിടെ ചേർക്കുന്നില്ല. മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തതിന് ശേഷം ഒരു സ്റ്റൗവിലോട്ട് ഞാനൊരു ചരുവം വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ തട്ട് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഒരു പാത്രത്തിൽ നല്ലോണം നെയ്യ് തടവി ആ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും നല്ലോണം നെയ്യ് തടവിയതിന് ശേഷം ഈ ജാറിനകത്ത് അരച്ച ആ മിക്സ് നമ്മളിത് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഈ പാൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇച്ചിരി തിക്നെസ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അത് അരച്ചെടുക്കാവുന്നതാണ്. എനിക്ക് ഈ തിക്നെസ് മതിയായിരുന്നു. പിന്നെ ഈ അരിപ്പൊടി ആയതുകൊണ്ട് ഇച്ചിരി നല്ല തിക്കായിട്ടിരിക്കും. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അടിച്ചാലും കുഴപ്പമില്ല. ഒരു ഇച്ചിരി 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് എടുക്കുക. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തതിന് ശേഷം പാത്രത്തിൻ്റെ മുകളിലോട്ട്, കാരണം അതിനകത്ത് വെള്ളം ഉണ്ടല്ലോ, വെള്ളം വെച്ചിട്ടാണ് ആ പാത്രം അവിടെ വെച്ചത്. ഇഡലിക്കുട്ടുമാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ചതിന് ശേഷം അടപ്പ് വെച്ച് അടച്ചു. അങ്ങനെ ഒരു 15-20 മിനിറ്റോളം ആവി കയറ്റാൻ വേണ്ടി വെച്ചിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കി. ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാനുള്ള ബാറ്റർ റെഡിയാക്കി. അതിനായിട്ട് അരിപ്പൊടി, അതും ഒരു 4 ഗ്ലാസ് അരിപ്പൊടി, 3 ഗ്ലാസ് അരിപ്പൊടി എടുത്തു. അതിനകത്തൂടെ ഞാൻ പഴം ചേർക്കുന്നുണ്ട്. പഴം ഓപ്ഷനിലാണ്, പഴം ചേർക്കുകയേ വേണ്ട. പഴം ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ചേർത്തന്നേ ഉള്ളൂ. പഴം ഒരു പഴമേ എടുത്തിട്ടുള്ളൂ. ഒരു പഴം എടുത്തു. പിന്നെ 4 ഏലക്ക എടുത്തു. അതിനുശേഷം അത് 4 ടീസ്പൂണ് ഷുഗർ യൂസ് ചെയ്തു. പിന്നെ 1 ഗ്ലാസ് പാലും ഒഴിച്ച് ഇത് നല്ലോണം അടിച്ചെടുത്തു. പഞ്ചസാര ആഡ് ചെയ്തു. അതിനുശേഷം നല്ലോണം അരച്ചെടുത്തതിന് ശേഷം ഞാനിത് ഇഡലിക്കുട്ടുകം തുറന്ന് നോക്കിയപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം, വലിയ ചൂടില്ല. അപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് നമ്മളിപ്പോൾ ജാറിനകത്ത് തയ്യാറാക്കി ആ മിക്സ് എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ഒരുവിധം ഫുള്ള് എല്ലായിടും എത്തുന്ന രീതിയിൽ തന്നെ മുകളിലോട്ട് ഒഴിച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. പഴം ഇഷ്ടമുള്ളവർക്ക് മാത്രം യൂസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പഴം എടുക്കണ്ട. അരിപ്പൊടിയും പഞ്ചസാരയും ഏലക്കയും പാലും മാത്രം യൂസ് ചെയ്ത് അരച്ചെടുത്താൽ മതി. അതിനുശേഷം ഞാൻ വീണ്ടും അത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്നത്. 15 മിനിറ്റ് ആവാൻ നിന്നില്ല. അതിന് ശേഷമാണ് മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ ടോട്ടൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. നെയ്യ് തടവിയോണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഇളകി വന്നു.
ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തതേ ഉള്ളൂ. അങ്ങനെ നല്ലോണം നമ്മുടെ ക്യാരറ്റിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും വലിയവർക്കായാലും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ മോൾക്ക് കൊടുത്തു, മോൾക്ക് ഇഷ്ടപ്പെട്ടു. വലിയ അച്ഛനും അമ്മയ്ക്കായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അങ്ങനെ ഇത് കട്ട് ചെയ്ത് നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുന്നെങ്കിൽ നമുക്ക് നേരത്തെ ഇത് റെഡിയാക്കി വെക്കാം. അതിൻ്റെ ക്യാരറ്റിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അത് നല്ല സോഫ്റ്റായിരുന്നു. നിങ്ങൾ പഴം ഇടാതെ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ താഴത്തെ ആ മാറ്റമുണ്ടല്ലോ, വൈറ്റ് കളർ ഇരിക്കുന്നത്, അത് നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ക്യാരറ്റിൻ്റെ ആ സൈഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മോൾക്കാണെങ്കിൽ ആ വൈറ്റ് കളറുള്ള പാർട്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു കഴിച്ചു നോക്കൂ, എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ ശരി, എല്ലാവർക്കും താങ്ക് യു. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.